നല്ല സ്ലോ ആണ്. ഫ്രണ്ടിൽ വലിയ വണ്ടികൾ വന്നാൽ എന്ത് ചെയ്യുക, നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യണം, എന്നിട്ട് ഫ്രണ്ടിൽ വരണം. സേഫ്റ്റി ചെക്ക്, ഇൻഡിക്കേറ്റർ, സ്പീഡ് ഇൻക്രീസ് ചെയ്യണം. എപ്പോൾ ലൈൻ ചേഞ്ചിങ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാം. പിന്നെ ട്രക്കിനെ അടുപ്പിച്ച് നമ്മൾ വണ്ടി ഓടിക്കരുത്. എപ്പോഴും നമ്മൾ ലെഫ്റ്റിലെ ലൈൻ ഉണ്ട്, അപ്പോൾ ലൈൻ അടുപ്പിച്ച് ഓടിക്കുക കേട്ടോ. എപ്പോൾ ഡിസ്റ്റൻസ് വെക്കണം. ഇനി ചാൻസ് കിട്ടുമ്പോൾ നമ്മൾ ലൈനിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ ഫ്രണ്ടിലും ട്രക്കാണ്, ലൈൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ഓടിക്കുക കേട്ടോ. ഓവർടേക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സ്പീഡ് ഇൻക്രീസ് ചെയ്യാം. എന്നിട്ട് ആ വണ്ടി സെൻറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ മാത്രം തിരിച്ചു വരാം. അപ്പോൾ പെട്ടെന്ന് തിരിച്ചു വരരുത്. ഇപ്പോൾ നെക്സ്റ്റ് റൗണ്ട് അബൌട്ട് എനിക്ക് റൈറ്റാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കിലേക്ക് ലൈൻ ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ. വണ്ടി സെൻറ്ററിൽ കണ്ടു, പക്ഷേ സ്പീഡ് ഇപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് ലൈൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മൾ നോർമലി സ്പീഡ് ഇൻക്രീസ് ചെയ്തിട്ടല്ലേ ലൈൻ ചേഞ്ച് ചെയ്യുന്നത്. ഈ സിറ്റുവേഷനിൽ നമ്മൾ ബ്രേക്കിൽ കാല് വെച്ചിട്ട് ലൈൻ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ 2 ലൈൻ ഫ്രീ ആണ്, എനിക്ക് പോകാം. 2 ലൈൻ ഫ്രീ ആണ്. ഓക്കെ, ഇത് റൗണ്ട് അബൌട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യുക, അതിന് ഓവർടേക്ക് ചെയ്യണം. അപ്പോൾ സേഫ്റ്റി ചെക്ക്, ഇൻഡിക്കേറ്റർ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ചാൻസിൽ ലൈൻ ചേഞ്ച് ചെയ്യണം. പിന്നെ എവറി 5 സെക്കൻഡ് നമ്മൾ മിറർ നന്നായിട്ട് ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് റൗണ്ട് അബൌട്ടാണ്, എനിക്ക് റൈറ്റാണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ സേഫ്റ്റി ചെക്ക്, ലൈൻ ചേഞ്ചിങ്ങിൽ വീണ്ടും നമ്മൾ ഒബ്സർവ് ചെയ്യണം കേട്ടോ. ഒബ്സർവേഷൻ, അതാണ് ടെസ്റ്റിൽ അവർക്ക് വേണ്ടത്. ഹെഡ് നന്നായിട്ട് മൂവ് ആവണം. ഓക്കെ, ഇനി റൈറ്റ് റൗണ്ട് അബൌട്ടാണ്, റൈറ്റ് പോകാം കേട്ടോ. ഇൻഡിക്കേറ്റർ റൈറ്റ്, കൺട്രോൾ. റൈറ്റ് പോകാൻ നമുക്ക് 2 ലൈൻ ഫ്രീ ആയാൽ മതി. പക്ഷേ ഹെവി വെഹിക്കിളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഉള്ളിൽ നിന്ന് ലൈൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഉള്ളിൽ നിന്ന് ഏതെങ്കിലും വണ്ടി കണ്ടിട്ട് ലൈൻ ചേഞ്ച് ചെയ്യുന്നത് ഡബിൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ 2 ലൈൻ ഫ്രീ ആണ്. ഐ ക്യാൻ ഗോ. പിന്നെ കൈ ഇതാ നല്ല സ്റ്റഡി ആയി കൊടുക്കുക കേട്ടോ. എന്നിട്ട് കൈ കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവരാം. ഇനിയിപ്പോൾ ഞാൻ ലൈൻ ചേഞ്ച് ചെയ്യാണ്. സേഫ്റ്റി ചെക്ക്, ഇൻഡിക്കേറ്റർ, ഡബിൾ ചെക്ക്. ഓക്കെ, ഇപ്പോൾ ട്രക്കിനെ അടുപ്പിച്ച് നമ്മൾ വണ്ടി ഓടിക്കരുത്. ഇപ്പോൾ ട്രക്ക് റൈറ്റ് സൈഡിൽ ട്രക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് ലൈൻ അടുപ്പിച്ച് പോകും കേട്ടോ. ഇപ്പോൾ ലോങ് സ്കാൻ ചെയ്യാം. ഇപ്പോൾ സൈൻ ബോർഡ് നോക്കാം. സൈൻ ബോർഡ് എന്താണ്, ഹമ്പ് ഉണ്ട്, പഠിച്ചിരിക്കുന്നു. അപ്പോൾ ആൾ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അപ്പോൾ തന്നെ ഇൻഡിക്കേഷൻ യൂസ് ചെയ്യാം. അത് ബാക്കിൽ വണ്ടിക്കുള്ളതാണ് ഇൻഡിക്കേഷൻ. അപ്പോൾ ലൈനിൻ്റെ മുന്നായിട്ട് നിർത്തേണ്ടത്, ഹമ്പ് ക്രോസ് ചെയ്യാം. അപ്പോൾ ലൈനിൻ്റെ മുന്നായിട്ട് നിർത്തുക കേട്ടോ. ഓക്കെ, ആൾ പോയാൽ ഓഫ് ചെയ്യാം. ഇനി ഞാൻ സെൻട്രൽ ലൈൻ സ്ട്രൈറ്റാണ് പോകുന്നത്. സോ 100 മീറ്റർ ബോർഡ് കഴിഞ്ഞു. ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തു, കൺട്രോൾ ചെയ്തു, സ്കാൻ ചെയ്തു, വണ്ടിയൊന്നുമില്ല. അപ്പോൾ സെൻട്രൽ ലൈനിലേക്ക് കയറാം. എൻ്റെ കൈ പോകുന്നു നോക്കി കേട്ടോ. കൈ ഈ രീതിയിൽ ഇങ്ങനെ പിടിക്കരുത്. കൂടുതൽ ആൾക്കാർ ഇപ്പോൾ നാട്ടിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് കൈ ഷഫിൽ ചെയ്യാൻ ഭയങ്കര മടിയാണ്. കൈ എപ്പോഴും ഒന്ന് വിട്ട് പിടിക്കും. കാരണം ഒരു കൈ ഓൾറെഡി നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ ഉണ്ടല്ലോ. അപ്പോൾ മറ്റേതൊന്ന് മാറ്റി പിടിക്കുക കേട്ടോ. ലൈൻ ചേഞ്ച് ഓൾവേസ് നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് ലൈനിലേക്ക് വരണം. സ്റ്റിയറിംഗ് വളയ്ക്കാതെ വേണം വരാൻ. സ്റ്റിയറിംഗ് തീരെ വളയ്ക്കരുത് കേട്ടോ. അപ്പോൾ ചിലർ സ്റ്റിയറിംഗ് വളച്ചിട്ട് ലൈൻ ചേഞ്ച് ചെയ്യും. അത് റോങ് ആണ്. സ്മൂത്ത്നെസ് കിട്ടില്ല. പിന്നെ നമ്മൾ പെട്ടെന്ന് ലൈൻ ചേഞ്ച് ചെയ്യുന്നത് ചിലപ്പോൾ ആ ലൈനിൽ വണ്ടി ഇങ്ങോട്ട് മാറുന്നുണ്ടാവും. അപ്പോൾ അത് റിസ്ക്കിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്മൂത്തായിട്ട് വേണം ലൈൻ ചേഞ്ച് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ ഈ റൈറ്റ് ലൈൻ സ്ട്രൈറ്റ് പോവാണ്. ഒരു വണ്ടി നല്ല സ്പീഡിൽ വരുന്നുണ്ട്. ഞാൻ നിർത്തി കൊടുത്തു. ഓക്കെ, ചാൻസ് കിട്ടി. ഇനി ഞാൻ ഒരാളെ പേടിക്കണം. ഇവിടുന്ന് വണ്ടികൾ കയറാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ ഫ്രണ്ടിലേക്ക് കയറും. അപ്പോൾ സ്പീഡിൽ തന്നെ ഓടിച്ചു അവർ നിർത്തും. ഡോണ്ട് വറി, അവരല്ലേ നിർത്തേണ്ടത്. അപ്പോൾ ആ പേടി നമുക്ക് മാറണം. അപ്പോൾ ചിലർക്ക് പേടി ഉണ്ടാവും. ഇപ്പോൾ നാട്ടിൽ ഇപ്പോൾ ഏതെങ്കിലും വണ്ടി കയറാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ കയറും, നമ്മൾ ബ്രേക്ക് ചെയ്യണം. മെയിൻ റോഡിലുള്ള വണ്ടി ബ്രേക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നാട്ടിലെ സ്ഥിതി അങ്ങനെയാണ്. ഓക്കെ, ഇനി എനിക്ക് നെക്സ്റ്റ് റൗണ്ട് പോയിട്ട് നിന്ന് ലെഫ്റ്റാണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ലൈൻ ചേഞ്ച് ചാൻസ് കിട്ടുമ്പോൾ ലൈൻ ചേഞ്ച് ചെയ്യാം. റോഡിൽ കണ്ടോ ഒരു വണ്ടി നിർത്തിയത്. അപ്പോൾ അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടാവും. അതിനാണ് നമ്മൾ എപ്പോഴും നമ്മൾ ലോങ് സ്കാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോങ് സ്കാൻ ഇപ്പോൾ ഈ റൗണ്ട് അബൌട്ട് മുതൽ നെക്സ്റ്റ് റൗണ്ട് അബൌട്ട് വരെയുള്ള കാര്യങ്ങൾ കാണണം. അതാണ് നമ്മുടെ ഡ്രൈവിങ്. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ അവിടെ ഫട്സിങ് ക്രോസിങ്ങിൻ്റെ ഒരു ബോർഡ് കാണുന്നുണ്ട്. ഇപ്പം തന്നെ ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. കാരണം
എന്നാൽ അവിടെ അടുത്തെത്തിയിട്ട് നമ്മൾ നോക്കിയാൽ നമ്മൾ സ്ഥലം ബ്രേക്ക് ചെയ്യും. കാരണം ഹമ്പൊന്നുമില്ല, കണ്ടല്ലേ, ഹമ്പൊന്നുമില്ല. പക്ഷെ പ്രസ്സിങ് കോസിങ് ഇവിടെ നമ്മൾ നിർത്തണം. ഇപ്പം നാട്ടിൽ ഇങ്ങനെ ഓടിക്കലല്ലേ, പ്രസ്സിങ് കോസിങ്ങിന് ആരും നോക്കുന്നു? എത്ര ആക്സിഡന്റ് നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നില്ലേ. ഓക്കെ, ഇപ്പം ഞാൻ ഈ വണ്ടിനെ നോക്കുന്നത് കേട്ടോ. ഈ വണ്ടി പോയി അവിടെയും ചാൻസ് ആണ്. സ്പീഡ് ഇൻക്രീസ് ചെയ്താൽ മതി, കാരണം അവർ വരുമ്പോൾ നമുക്ക് എൻ്റർ ആവണം. ഓക്കെ, ആ വണ്ടിയെ കണ്ടില്ലേ, ഇപ്പൊ സെൻട്രലിൽ നിന്നാണ് അവര് ലെഫ്റ്റ് വരുന്നത്. അതാണ് നമ്മൾ എക്സിറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സെൻട്രൽ മിറർ നോക്കണം, അതേപോലെ ബ്ലൈൻഡ് സ്പോട്ട് നോക്കണം. ഇനി എക്സിറ്റ് റൈറ്റ് ലൈനിൽ വരണം.